പ്രിയമുള്ളവരെ, അടുത്ത മജ്‌ലിസ് ഈ മാസം 19-നാണ്. അത് ഓർക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خذ بيدي خذ بيدي خذ بأيدينا قلت هيلتنا أدركنا يا نور الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العلي العظيم. الحج عرفة فمن أدرك عرفة فقد أدرك الحج. شفيعنا محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رسول الله نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكما جرى القلم. إني نزيلك والنزيل لديك يا خير الأنام بكل خير يقتدي. وعلى محمد سيدنا مولانا محمد اللهم صل وسلم وبارك عليه. ബഹുമാനരായ സയ്യിദ് അവറുകളെ, ബഹുമാനപ്പെട്ട മുത്തുത്തങ്ങൾ, മറ്റു സാദാത്യങ്ങൾ, പണ്ഡിത മഹത്തുക്കൾ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കൊച്ചുമക്കളെ, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുബാറക്കായ അറഫയുടെ രാത്രിയിൽ പടച്ച റബ്ബിന്റെ പൊരുത്തപ്പെടുന്ന
പൊരുത്തത്തിലുള്ള ഇഷ്ടത്തിലുള്ള ഈ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധമായ അറഫാത്തിൽ ചെന്നുകൊണ്ട് മണ്ണിൽ ചെന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഹജ്ജിമാരും ഹജ്ജുമമാരും അല്ലാഹ് എന്ന ലക്ഷ്യത്തിന് മുമ്പിൽ ആ പൊരുത്തത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്കും പടച്ച റബ്ബ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന 20 ലക്ഷത്തിലധികം വരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകൾ ഇലാഹായ റബ്ബിന്റെ മുമ്പിൽ എല്ലാം മറന്നുകൊണ്ട് കണ്ണുനീർ പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന അറഫയുടെ മണൽത്തരികൾ വിശ്വാസികളുടെ വേദനയൂറുന്ന കണ്ണുനീരുകൊണ്ട് നനഞ്ഞു കുതിർന്ന് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ടൈം അനുസരിച്ചുകൊണ്ട്, സൗദിയിലെ ടൈം അനുസരിച്ചുകൊണ്ട് ഏകദേശം അറഫയുടെ പ്രധാനപ്പെട്ട സമയത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അറഫാത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ ഹാജിമാരെയും ഹജ്ജുമാരെയും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട അറഫയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിന്റെ ഏറ്റവും അഫ്ളലായ സമയമാണ് മഗ്രിബിയോട് സൂര്യൻ അസ്തമിക്കുന്ന സമയമെന്ന് പറയുന്നത്. ആ സമയമാണ് ഇപ്പോൾ സൗദിയിൽ ഏകദേശം ഉള്ളത്. ആ സന്ദർഭത്തിലാണ് മഹാനായ നമ്മുടെ സയ്യിദ് അവറുകളുടെ സാന്നിധ്യത്തിൽ, അവരുടെ ഹളറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രീതിയിൽ ഈ ദിനരാത്രങ്ങളെ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളെ ഇബാദത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും അവിടുന്ന് നിർവഹിച്ചത് ഒരു ഹജ്ജ് മാത്രമാണ്. ആ ഹജ്ജ് നിർവഹിക്കുമ്പോൾ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഹജ്ജ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ യഥാർത്ഥമായ ഹുക്മുകളെ, എങ്ങനെയാണ് ഹജ്ജ്, എന്താണ് അറഫയിലുള്ളത്, മിനയിലുള്ളത്, മുസ്ദലിഫയിലുള്ളത് എന്ന് കൃത്യമായി നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കണം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ. ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അറഫയിലുള്ള ഒരുമിച്ച് കൂടലാണ്. ആരൊക്കെ അറഫയിൽ എത്തിച്ചേർന്നോ അവർക്ക് ഹജ്ജ് ലഭ്യമായി. നമുക്കറിയാം, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർ പലരും ഹോസ്പിറ്റലിലും മറ്റുമൊക്കെയായിരിക്കും. എങ്കിലും അവരെ ആംബുലൻസിലും മറ്റുമൊക്കെയായി ഒരല്പസമയമെങ്കിലും പ്രിയപ്പെട്ടവരെ അറഫാത്തിലൂടെ കൊണ്ടുപോയിട്ടാണ് സൗദി ഗവൺമെന്റ് അവർക്ക് തുടർ ചികിത്സ നൽകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, ഹാജിമാർക്ക് വേണ്ടി ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഹറമൈനിയുടെ ഖാദിമീങ്ങളായ ആ ഭരണാധികാരികൾക്ക് അല്ലാഹു തആല ആ നിലക്കുള്ള ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഹജ്ജ്. ഹജ്ജിന്റെ അമലിന്റെ രണ്ടാമത്തെ ദിവസമാണ് അറഫയുടെ ദിനം. തുടർന്ന് വരുന്ന ദിവസം പെരുന്നാൾ ദിവസമാണ്. ലോകത്തെ വിശ്വാസികൾ ആ ദിവസത്തെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ അറഫയുടെ ഓർമ്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി ഓർക്കാനുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദാ ആണ്. അവിടെ ആദ്യമായും അവസാനമായും നിർവഹിച്ച ഹജ്ജ്. ആ ഹജ്ജ് വേളയിൽ പരിശുദ്ധമായ അറഫയിലെ ചരിത്ര പ്രസിദ്ധമായ ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് പാറക്കല്ലിന് മുകളിൽ കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന് നൽകിയ ചില സന്ദേശങ്ങളുണ്ട്. ഈ വർത്തമാനകാല സന്ദർഭത്തിൽ കാലം വളരെ പ്രയാസകരമായി മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുമ്പോ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ, ആ ആശയങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ പ്രഭാഷണത്തിൽ ഏകദേശം 6-7 കാര്യങ്ങൾ പ്രധാനമായി ഉമ്മത്തിനോട്, ലോകത്തെ മനുഷ്യരോട് ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു. അതിലേറ്റവും പ്രധാനമായി അവിടുന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഹബീബായ നബി തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട സൂചനയായിരുന്നു, മരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പായിരുന്നു. 100,000-ൽ പരം വരുന്ന സഹാബത്ത് ഒരുമിച്ച് കൂടിയ സദസ്സ് ഹബീബായ തങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു തുടങ്ങി, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഊ മിന്നി ഉബയ്യിനു ലക്കും, തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഇബാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊതുവായി മനുഷ്യനുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തേ കാരണമെന്നല്ലേ, ഫഇന്നീലാദിരീ ലഅല്ലി ലാൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. അടുത്ത വർഷം നിങ്ങൾ ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾക്ക് ഹജ്ജിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരാൻ, നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ അറഫാത്തിന്റെ മണ്ണിൽ നിങ്ങൾ വരുമ്പോൾ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത് ഇങ്ങനെയാണ്, അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഇനി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ഉറപ്പും എനിക്കില്ല. അതുകൊണ്ട് ജനങ്ങളെ, ഖുദൂ അന്നി മനാസികകും, നിങ്ങളെ ഹജ്ജിന്റെ അമലുകൾ കൃത്യമായി എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇദാ ജാഅ നസ്റുല്ലാഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ശുദ്ധമായ ദീനിന്റെ പൂർത്തീകരണവും ആ ദീന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തെ മനുഷ്യ സമൂഹം അതിലേക്ക് ഒഴുകിയെത്തുന്നതുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, ഈ സൂറത്തിന്റെ ഉള്ളടക്കം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഒരു വസ്തുവിന്റെ പൂർത്തീകരണം സംഭവിച്ചു പോയാൽ പിന്നതിന് വളർച്ചയില്ല, തളർച്ചയാണുള്ളത്. ഏതൊരു വിഷയമാവട്ടെ, കാര്യമാവട്ടെ, എന്തുമാവട്ടെ, അതിന്റെ പൂർത്തീകരണം സംഭവിച്ചു പോയാൽ പിന്നെ അതിന് പ്രിയപ്പെട്ടവരെ വളരാൻ കഴിയില്ല, പിന്നെ തളരുകയാണ് ചെയ്യുക. ലോകത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ ഒന്നും നിർവഹിക്കാനില്ല. അവര് ലോകത്തോട് യാത്ര ചോദിക്കുന്ന പതിവാണുള്ളത്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്കിലൂടെ തന്റെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് കൂടെയില്ല, അടുത്ത ഹജ്ജ് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, മരണത്തിന്റെ ഓർമ്മയാണ്. ഈ അറഫയുടെ പരിശുദ്ധമായ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് അവറുകളുടെ ചാരത്ത് നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് നമ്മളെ മരണത്തെ കുറിച്ചാണ്. ആ മരണസമയം നമുക്ക് ഖൈറായി കിട്ടണം. ആ മരണസമയത്ത് പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉയർത്തിപ്പിടിച്ച ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആദർശത്തെ പ്രഖ്യാപിക്കാൻ, കലിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം.
അതിന് നല്ലവരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചന പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവര് പൊട്ടിക്കരഞ്ഞ സന്ദർഭമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അറഫയുടെ സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് മരണമെന്ന യാഥാർത്ഥ്യമാണ്. ഇന്നലെ മണ്ണാർക്കാട് ഒരു ചെറുപ്പക്കാരന്റെ മരണമുണ്ടായി. അബ്ദുൽ ഗഫൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തലേ ദിവസം ചുമട്ടുതൊഴിലാളിയാണ്. മണ്ണാർക്കാട് കോടതിപ്പടിയില് അദ്ദേഹം ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് ശരീരത്തിന് തളർച്ച വന്നത്, പ്രഷർ കുറഞ്ഞു പോയത്, സ്ട്രോക്കായി. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. മണ്ണാർക്കാട് വലിയ ജുമാഅത്ത് പള്ളി കണ്ട ഏറ്റവും വലിയൊരു ഒരു വിശ്വാസി സമൂഹത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഖബർ ജീവിതം പടച്ച റബ്ബ് റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ ഇന്ന് ഏറ്റവും അധികം മരണത്തെ അഭിമുഖീകരിക്കുന്നത് ചെറിയ പ്രായക്കാരാണ്, പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഹിഫ്ള് ഹിമായത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, അപ്പം മരണചിന്ത നമുക്ക് ഹബീബായ തങ്ങൾ ഉണ്ടാക്കി തരുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് പല മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനമായി ആധുനിക ലോകം വിലയിരുത്തുന്നത് പാരീസിന്റെ പ്രഖ്യാപനമാണ്. അവിടെ മനുഷ്യന്റെ ധനത്തിനും ജീവനുമാണ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞത്. സത്യത്തിൽ ലോകം കണ്ട ഏറ്റവും പരിപൂർണമായ മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനം നിർവഹിച്ചത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹാബത്തെ, മനുഷ്യരെ, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും വഅറാലക്കും, ലോകത്തിന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. ആർക്കും ആരുടെയും അഭിമാനത്തിൽ കൈവെക്കാനും ആരെയും വഷളാക്കാനും ഒരു മടിയുമില്ലാതെ അത് ഇസ്സത്തും ഹിമ്മത്തുമായി കാണുന്ന, അതിനു വേണ്ടി അത് അങ്ങനെ ചെയ്തിട്ട് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്ന, അതൊരു ഇസ്സത്തിന്റെ അഭിമാനത്തിന്റെ ചിഹ്നമായി കാണുന്ന, മറ്റൊരാളുടെ കണ്ണുനീര് അത് തന്റെ അഭിമാനമായി കാണുന്ന ഒരു കാലത്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. മാനത്തിന് വിലയില്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരാളുടെ മാനത്തിന് വില പറയുന്ന കാലഘട്ടം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഅറാലക്കും ഹറാം, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും അതിലേറെ നിങ്ങളുടെ അഭിമാനവും പരസ്പരം ഹറാമാണ്. ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാണ്, പരിശുദ്ധമാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിൽ അനീതി ഉണ്ടാവല്ല. ഇലാ അൻ തൽഖൗ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവായ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെയും ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. അറഫയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ മനുഷ്യ മനസാക്ഷിയോട് വിളിച്ചു പറയുകയാണ്, സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഇതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ മഹത്വം പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ പരിശുദ്ധമായ ഹറമിന്റെ മഹത്വം പോലെ, അറഫയുടെ മഹത്വം പോലെ ആ പരിശുദ്ധ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഉള്ളവനും ഇല്ലാത്തവനും, പാവപ്പെട്ടവനും പണക്കാരനും, അവനുള്ളത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിലാർക്കും കൈവെക്കാൻ, അന്യായമായി ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ അവകാശമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. മൂന്നാമത്തത് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഏറ്റവും അധികം ഇഷ്ടമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പലിശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഇന്ന കുല്ല റിബൽ മൗളൂഅ്, ഇതാ ഇന്നേ വരെ നിങ്ങൾ നടത്തിയ എല്ലാ പലിശ ഇടപാടുകളും ഞാൻ ദുർബലപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങൾ പറയാണ്, ഞാൻ അത് ദുർബലപ്പെടുത്തുകയാണ്. വലക്കും റൂസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം സ്വീകരിക്കാം. നിങ്ങൾ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാം. അതിലപ്പുറം ചായ പൈസ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള സിയാദ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി പലിശ മേടിക്കാൻ പാടില്ല. ലാ തുദ്ലിമൂന വലാ തുദ്ലമൂൻ,
നിങ്ങൾ മറ്റൊരാളെ ആക്രമിക്കാനോ നിങ്ങൾ ആക്രമിക്കപ്പെടാനോ പാടില്ല. അല്ലാഹു വിധിച്ചിരിക്കുന്നു, അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അല്ല റിബ, ഇനി റിബ വേണ്ട, റിബ അവസാനിപ്പിക്കുകയാണ്. വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. ആദ്യമായി ഞാൻ ദുർബലപ്പെടുത്തുന്ന, ആദ്യമായി വേടിക്കരുതേ എന്ന് പ്രഖ്യാപിക്കുന്ന പലിശ എൻ്റെ അളാപ്പയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എൻ്റെ അളാപ്പാക്ക് കിട്ടാനുള്ള പലിശയാണ്. അത് ഇനി കൊടുക്കേണ്ടതില്ല. ആ പ്രവർത്തനം അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് പലിശയോട് നിങ്ങൾ അകന്ന് നിൽക്കണേ. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. അല്ലാഹു തആല സദഖകളെ വളർത്തുകയും പലിശയെ തളർത്തുകയും തകർക്കുകയും അല്ലാഹുവിന്റെ അനിഷ്ടം അതിലേക്ക് ചേർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹാബത്തെ, നിങ്ങളും നിങ്ങളിൽ നിന്ന് ദീന് പഠിക്കുന്ന ആളുകളും പലിശ ഇടപാടുകളുമായി പണം കൊണ്ട് ഇരട്ടിപ്പിക്കുന്ന ഇടപാടുകളുമായി ഒരിക്കലും ബന്ധപ്പെട്ടു പോകല്ല. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്നാ അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതിരുകൾ നിശ്ചയിക്കപ്പെടുകയാണ്. പാത്രത്തിൽ ചായ കുടിക്കാൻ കഴിയാത്ത, ഒരു കടയിൽ കയറിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ ഇവിടെ നമുക്ക് കാണാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഇങ്ങോട്ട് കാര്യം കിട്ടി അതും ബുദ്ധിമുട്ടാണ്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാക്കി തെരുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബീങ്ങളെ, ലോകത്തിന്റെ വ്യത്യസ്തമായ ഗതി എന്താണ്? പൊട്ടാനിന്തുള്ളില് പിഞ്ചോരക്കട്ട, പിന്നെന്നു കാട്ടം ചുമന്നോര് കൊട്ട. എല്ലാവരും ഭക്ഷിക്കുന്നത് ഭക്ഷണമാണ്. എല്ലാവരും ഈ മലം സൂക്ഷിക്കുന്നത്, മൂത്രം സൂക്ഷിക്കുന്നത് അല്ലാഹു ഒരുക്കി വെച്ച സംവിധാനത്തിലാണ്. കാഷ്ടിക്കുന്നത് ഒരുപോലെയാണ്, മൂത്രിക്കുന്നതും ഒരുപോലെയാണ്. എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഇന്നും ലോകത്ത് മനുഷ്യർക്കിടയിൽ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? താഴ്ന്നവനും ഉയർന്നവനും, വെളുത്തവനും കറുത്തവനും, വലിയ കുടുംബത്തിലുള്ളവനും ചെറിയ കുടുംബത്തിലുള്ളവനും, ഇന്ന് ഏറ്റവും വലിയ അംഗീകാരമുള്ളവൻ ആരാണ്? ഏറ്റവും പണമുള്ളവനാണ്. അത് അബ്കാരിയാണെങ്കിലും കുഴപ്പമില്ല, പലിശ വ്യാപാരിയാണെങ്കിലും കുഴപ്പമില്ല, ലോട്ടറി കച്ചവടക്കാരനാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ ഉണ്ടായ പൈസയാണെങ്കിലും കുഴപ്പമില്ല. പണമായാൽ മതി. പള്ളി കമ്മിറ്റി അവന്റെ കീഴിലാണ്, പണമായാൽ മതി. സ്ഥാപനങ്ങൾ അവന്റെ കീഴിലാണ്. വരുമാനം നിലച്ചു പോകുന്നതിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ലോകത്ത് ഇന്നൊരു ശക്തിയുമില്ല. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് സ്വബോധമുണ്ടോ എന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത, ഇന്ന് പറയുന്നത് നാളെ പറയാത്ത, വീണ്ടും മാറ്റി പറയുന്ന അമേരിക്കയുടെ ആ വയസ്സനായ പ്രസിഡന്റ്, അദ്ദേഹം പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോ എന്താണ് അവസ്ഥ? തൊട്ടടുത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന വഞ്ചനയുടെ ഭാഗമായിട്ട് കുഞ്ഞുമക്കള് ഒരിറ്റു വെള്ളമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, പ്രിയപ്പെട്ട സുമ്മമാരുടെ സ്ഥലങ്ങളിലെ മുലപ്പാല് പോലും വറ്റിപ്പോയിട്ട് 47 48 ഡിഗ്രി ചൂടില് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ചികിത്സിക്കാൻ മാർഗമില്ല. നമുക്കറിയാം, നമുക്കൊരു വലിയ മേജർ അപകടമുണ്ടായി, ഒരു മുറിവുണ്ടായി, നമ്മൾക്ക് അനസ്തേഷ്യ തന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് തുന്നിച്ചേർക്കുന്നത്. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇന്ന് ഗസയുടെ മണ്ണിലില്ല. നിങ്ങൾ കണ്ടു, 2 ദിവസം മുമ്പ് അവസാനത്തെ അനസ്തേഷ്യ സെന്റർ, അവസാനത്തെ ഡയാലിസിസ് സെന്ററും തകർക്കപ്പെട്ടു എന്ന്. ലോകത്തെ ഏറ്റവും വലിയ നൈട്രജനും അതുപോലെ തന്നെ മാരകമായ വിഷങ്ങളും 40 കിലോമീറ്ററിനുള്ളിൽ വർഷിപ്പിച്ചു വെച്ചിട്ട്, ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട്
വെടിയുണ്ട കൊടുത്തിട്ട് ആ പാവപ്പെട്ട വെടിയുണ്ട കൊണ്ട് ആ കൊന്നുകളയുന്ന നിഷ്കരുണം ലോകത്ത് ഈ ആധുനിക ലോകത്തും ഒരു കരുണയുമില്ലാതെ കൊന്നുകളയുന്ന മനുഷ്യരായി എന്ന് വേണ്ട, ജീവനുള്ള പച്ച ജീവികളായിട്ട് പോലും അംഗീകരിക്കാത്ത ആളുകൾ അപ്പുറത്ത് നിന്ന് വിലപിക്കുമ്പോ, അതുമായി ബന്ധപ്പെട്ട അത്യാധുനിക ആയുധം കൊടുത്ത ആള് വരുമ്പോ, മുസ്ലിം രാജ്യത്ത് ഇന്നറിയപ്പെടുന്ന ഒരു രാജ്യത്ത് സ്വീകരണം നൽകിയത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? തരുണീമണികള് വെഞ്ചാമരം വീശുകയാണ് തലമുടി കൊണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം 100% ഔറത്താണെന്ന് പ്രഖ്യാപിച്ച തലമുടി വീശിയിട്ടാണ് സ്വീകരിച്ചത്. നിങ്ങൾ കണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അതിനെതിരെ ഒരു വിമർശനം കണ്ടോ? ഒരിക്കലും അതുണ്ടായില്ല. ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതന്മാരും ഒരു സയ്യിദും അതിനെതിരെ പ്രതികരിച്ചില്ല. എന്തുകൊണ്ട്? ഫണ്ട് വരുന്നത് അവിടെ നിന്നാണ്. ആ ഫണ്ട് നിലച്ചു പോകും, കൃത്യമായ മെസ്സേജ് അവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, വിവേചനങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. എന്താ? ഗസയിലെ മനുഷ്യരല്ലേ? അവർക്ക് അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? എവിടെയെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിയാൽ അത്യാധുനിക ആയുധങ്ങളുമായി അവർക്ക് കവചം തീർക്കുന്ന ലോകരാഷ്ട്രങ്ങൾ എന്തേ ഗസയെ കാണാതെ പോയത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രത്തോളം ഇസ്ലാമിക രാജ്യങ്ങളാണ് ആ കൊച്ചു പ്രദേശത്തിന്റെ ചുറ്റുഭാഗമുള്ളത്. പക്ഷേ എന്തേ സംഭവിച്ചു പോയത്? വിവേചനങ്ങളാണ്. ഈ ഉമ്മത്തിന്റെ നായകരെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരെന്ന് സ്വയം മേനി നടിച്ച് നടക്കുന്നവർ, അവർക്ക് ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെട്ടു. ആരുടെയൊക്കെയോ അടിമയാണെന്ന് പറയാൻ അവർ മടിച്ചാലും അടിമത്വത്തിലാണ് ഇന്ന് ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിമീങ്ങളുടെ അവസ്ഥയും അത് തന്നെയാണ്. അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിക്കുകയാണെന്നാൽ ഏറ്റവും ജാതി വിവേചനവും അതുപോലെ തന്നെ വർഗ വിവേചനവും ഒക്കെ നടന്ന മക്ക, ആ മക്കയുടെ മണലാരുണ്യത്തിൽ നിന്നിട്ട് അള്ളാന്റെ റസൂല് പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫൂ. വെളുത്തവനും കറുത്തവനും ചെറിയ കുടുംബത്തിലും വലിയ കുടുംബത്തിലും വ്യത്യസ്ത രൂപത്തിലുമൊക്കെ ആക്കി തീർത്തത് നിങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ആളുകൾ, മാർക്കുള്ള ആളുകൾ, അത് ഈമാനും തഖ്വയും ഉള്ളവരാണ്. മനുഷ്യനെതിരെ, മനുഷ്യർക്കിടയിലുള്ള വിവേചനം വളരെ ശക്തമായി അവസാനിപ്പിക്കാനുള്ള പ്രഖ്യാപനം നടത്തുകയാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഗസയിലെ പാവപ്പെട്ട മക്കൾക്ക് സംരക്ഷണം നൽകുന്നൊരു സംവിധാനത്തെ ലോകത്തൊരുങ്ങി ലോകം അതിലേക്ക് എത്തിച്ചേരുന്നത് കാണാനും അവരെ സഹായിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായി കാണാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വല്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. നമ്മളൊക്കെ ഇനി പെരുന്നാളിലേക്ക് പോവാണ്. പുതിയ ഡ്രസ്സ് ഉണ്ട് നമുക്ക്. ഡ്രസ്സിന് മേലെ ഡ്രസ്സ് നമ്മൾ ഇന്ന് തന്നെ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉളിഹത്തിന്റെ കിട്ടുന്നതിന്റെ മുമ്പ് രാവിലെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള സംവിധാനം ഇന്നും നാളൊക്കെ ആയിട്ട് ബീഫൊക്കെ മേടിച്ച് നമ്മൾ വെക്കും. ഫ്രിഡ്ജിലും മറ്റൊക്കെ ആയിട്ട് സൂക്ഷിക്കും, സംവിധാനങ്ങളൊക്കെ ഒരുക്കും. ഇതേ സംവിധാനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഒന്നുമല്ലാതെ ഒരു മരുപ്പറമ്പായി ജീവിക്കുന്ന ഖബർസ്ഥാനിൽ അവർ മുന്നോട്ട് പോകുന്നത് മരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട്. അല്ലാഹുവേ, മുബാറക്കായ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ആ സമൂഹത്തിന് നീ മോചനം നൽകണമേ റഹ്മാനെ. പടച്ചോനെ, നീ മോചനം നൽകണമേ റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തിന്റെ ആശയം പരിശുദ്ധമായ അറഫയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അലാ ഇന്ന റബ്ബക്കും വാഹിദ്. അല്ലയോ മനുഷ്യരെ, ഈ കൂട്ടത്തിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്. എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ റബ്ബൊരുത്തനാണ്, ഒരാൾ മാത്രമാണ്. നിങ്ങളെ തർബിയത്ത് ചെയ്യുന്ന, സംരക്ഷിച്ചു പോരുന്ന അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുവനാണ്. വ ഇന്ന അബാകും വാഹിദ്. നിങ്ങളൊരു പിതാവിന്റെ സന്തതികളാണ്. ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ. അറബിക്ക് അജമിയേക്കാളോ, അജമിക്ക് അനറബിക്ക് അറബിയേക്കാളോ സ്ഥാനമില്ല. വലാ അഹ്മറ അലാ സുബദ്. കറുത്തവനേക്കാൾ ചുവന്നവന് സ്ഥാനമില്ല. വലാ അസ്വദ അലാ അഹ്മർ. ചുവന്നവനേക്കാൾ കറുത്തവനും സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വാ.
തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. നബിയുടെ സഹാബത്ത് കണ്ണീരോടുകൂടെ സാഗുതം വീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവിടുന്ന് തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ വലാ യഹില്ലു ലിംരിഇൻ മിൻ മാലി അഖീഹി ശൈആ ഇല്ലാ ബിതീബി നഫ്സിഹി. ഒരാളും മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തരുത്. അവന്റെ സമ്മതമില്ലാതെ ഒരിക്കലും കൈവശപ്പെടുത്തരുത്. ഹബീബായ തങ്ങൾ മുഹാജിറുകളെയും അൻസാറുകളെയും മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് സഹോദരന്മാരായി പ്രഖ്യാപിക്കുകയാണ്. 90ഓളം ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. പകുതി മുഹാജിറുകളും പകുതി അൻസാറുമാണ്. പരസ്പരം സഹോദരന്മാരായി, മരിച്ചാൽ അനന്തരം എടുക്കാൻ പറ്റും വിധമുള്ള സാഹോദര്യം. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രക്തബന്ധമുള്ളവർ മറ്റുള്ളവരെക്കാൾ പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരും ബന്ധമുള്ളവരാണ് എന്നും പറഞ്ഞപ്പോഴാണ് അവർക്ക് അനന്തരം ബദറിന് ശേഷമാണത് ആയത്ത് വരുന്നത്. അതിനുശേഷമാണ് അനന്തരം കുടുംബക്കാർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു പ്രക്രിയ ഇസ്ലാം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും പരസ്പരം അന്യോന്യം അന്യായമായി ഒരു മാമ്പഴം പോലും ഹക്കല്ലാതെ നിങ്ങൾ ഭക്ഷിക്കല്ലേ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടർന്നു, നിങ്ങളെ ഭാര്യമാരോട്, നിങ്ങളെ സഹോദരിമാരോട് മാന്യമായി പെരുമാറണം. സ്ത്രീകൾ നിങ്ങളുടെ അമാനത്താണ്. അവരോട് നിങ്ങൾ മാന്യമായ ശൈലി മാത്രമേ സ്വീകരിക്കാവൂ. ഇന്ന നിസാഅഇൻദകും, തീർച്ചയായും നിങ്ങളുടെ അടുക്കലുള്ള നിങ്ങളുടെ സ്ത്രീകൾ, ഭാര്യമാർ, അവ നിങ്ങളുടെ അടുക്കലുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. നിങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്, അമാനത്താണ്. അതുകൊണ്ട് അഖത്തുമുഹുന്ന ബിഅമാനത്തില്ലാ, അവരിലൂടെ അല്ലാഹുവിന്റെ അമാനത്താണ്, വിശ്വസ്തതയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ ശരീരം പടച്ച റബ്ബിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ ഹലാലാക്കിയെടുത്തത്. അതുകൊണ്ട് വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ, അവർക്ക് നിങ്ങളുടെ മേലിലുള്ള ഹക്കുണ്ട്, നിങ്ങൾക്ക് അവരുടെ മേലിലും ഹക്കുണ്ട്. ഭർത്താവെന്ന നിലക്ക് അവര് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ഹക്ക് എന്താണ്? അവരുടെ വിരിപ്പിലെ മറ്റൊരാൾക്കും നിങ്ങൾക്കല്ലാതെ പ്രവേശനം അനുവദിക്കരുത്. ഹൈറായ കാര്യങ്ങളിലല്ലാതെ ഒരു അനാവശ്യ കാര്യം ഭർത്താവ് ആവശ്യപ്പെടുകയാണ്, ഭാര്യ അനുസരിക്കേണ്ടതില്ല. അള്ളാന്റെ ദീന് വെറുക്കുന്ന കാര്യം പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. അതല്ലാത്ത ഏത് വിഷയമാവട്ടെ തന്റെ ഭർത്താവിന് നിർബന്ധമായും അവൾ അനുസരിച്ചു കൊള്ളണം. അങ്ങനെ അനുസരണയുണ്ടായി കഴിഞ്ഞാൽ ഫലഹുന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് ഭക്ഷണം നൽകേണ്ടത്, അവർക്ക് വസ്ത്രം നൽകേണ്ടത്, അവർക്ക് പാർപ്പിടം നൽകേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ്. ഭാര്യ ജോലിക്ക് പോയിട്ട് ഭാര്യയുടെ വേതനം 1-ാം തീയതി എണ്ണി മേടിച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു മുഅ്മിനായ ഭർത്താവിന് യോജിച്ചതല്ല. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പില് ഉത്തരം നൽകേണ്ട സംഗതിയുമാണത്. അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാരെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ ഹക്ക് നിങ്ങൾ വീട്ടിക്കൊടുക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് അവസാനമായി അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ദീനിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒന്നുകൂടെ സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, സഹാബാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ദീനിന്റെ ശരീഅത്ത് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തരുകയാണ്. അതുകൊണ്ട് സഹാബത്തെ, ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വരും. സഹാബത്തെ, എന്റെ ഷാഹിദീങ്ങളായിട്ട് നിങ്ങളും വരും. എന്റെ റബ്ബ് എന്നോട് ചോദിക്കും, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചുവോ എന്ന്. ആ സമയത്ത് എന്തായിരിക്കും നിങ്ങൾ മറുപടി നൽകുക? ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ടോ?
ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട് നബിയേ, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കരമുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. പടച്ചവനെ നീ സാക്ഷിയാണ്, നീയാണ് സാക്ഷി, നീയാണ് റബ്ബേ, ഞാൻ എന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നതിന്റെ സാക്ഷി. എന്നിട്ട് അവിടുന്ന് പറയാ, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമേ എന്ന്. ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, മഹാനായ തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ വന്നത്. അവരെ പിന്തുടർന്ന് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തും താബിഈങ്ങളും യമനിലൂടെ അഹ്ലു ബൈത്തും ഇവിടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഉപ്പാപ്പമാരുമൊക്കെ ഈ കേരളത്തിൽ മറ്റുള്ള സാദാത്യങ്ങളുമൊക്കെ എത്തിച്ചേർന്നത് ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ടാണ്. അതെ, നമുക്കും ദഅവത്ത് നിർബന്ധമാണ്. നമുക്കൊരു സ്റ്റേജ് ഉണ്ട്, ഒരു ചാൻസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആദ്യമായി നമ്മുടെ കുടുംബത്തിൽ അള്ളാന്റെ ദീനുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള ചുമതല അള്ളാന്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് وينهون عن المنكر فأولئك هم المفلحون. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക, നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെ ഒരു സമൂഹം നിതാന്തമായി എന്റെ സമൂഹത്തിൽ ഉണ്ടാവണേ. അതുണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖൈർ കണ്ടാൽ അതിന് പിന്തുണ കൊടുക്കണം. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ, നാവ് കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അങ്ങനെ. അതിനും നമുക്ക് പറ്റൂല എങ്കിൽ ഖൽബ് കൊണ്ടെങ്കിലും അതിനെ വെറുക്കണേ എന്ന സന്ദേശമാണ്. തിന്മ കണ്ടാൽ മിണ്ടാതിരിക്കുക, ഞാൻ നല്ലവനാണെന്ന രീതിയിൽ മുന്നോട്ട് പോകുക. ഇതൊരിക്കലും നമ്മുടെ വിജയം നമുക്ക് എത്തിച്ചു തരൂല. പറഞ്ഞു കൊടുക്കേണ്ട, ഉപദേശിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്നാണ് അറഫയുടെ നായകരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ആ നിലക്ക് ലോകം ഏറ്റെടുത്ത തുല്യതയില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനവും മനുഷ്യാവകാശ പ്രഖ്യാപനം ഉൾപ്പെടെ ഈ ഉമ്മത്ത് ഏറ്റെടുക്കേണ്ട അതിപ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായ ആ മഹത്തായ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രാത്രിയെ അള്ളാന്റെ പൊരുത്തത്തിൽ നമുക്ക് ഹയാത്താക്കാൻ കഴിഞ്ഞു. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും വാട്സപ്പ് അതുപോലെ തന്നെ മൊബൈലിന്റെ മറ്റുള്ള സംവിധാനങ്ങളിലെ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ആ നെറ്റ് ഓഫ് ചെയ്തുകൊണ്ടൊന്നും വേണ്ട, മിണ്ടാതിരുന്നാലും. ഇന്നത്തെ കാലത്ത് പ്രിയപ്പെട്ടവരെ, വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. 5 രാവുകൾ ഹയാത്താക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അതിലൊന്ന് അറഫയുടെ രാവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഏറ്റവും പാപമോചനം നൽകുന്ന പകലെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ പകലാണ്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയോടുകൂടെ ഇലാഹായ റബ്ബിന്റെ പൊരുത്തം നേടാൻ ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ സ്വലാത്ത്, അതുപോലെ തന്നെ മറ്റുള്ള അദ്കാറുകളുമായി നമുക്കറിയുന്ന ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിട്ട് പല ഭാഷക്കാരും ദേശക്കാരും അവരുടെ ഭാഷയിലാണ് റബ്ബിനോട് സംസാരിക്കുന്നത്. എനിക്കൊന്നും അറിയൂല റബ്ബേ, പക്ഷെ എന്നെ പടച്ചത് നീയാണെന്ന് എനിക്കറിയാം. നിനക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നും എനിക്കറിയാം. അന്ത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും കരുണയുള്ളവനാണെന്ന് എനിക്കറിയാം. ദോഷം പൊറുക്കാൻ ഇഷ്ടമുള്ളവനാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമെന്ന് പച്ച മലയാളത്തിൽ റബ്ബിനോട് അറഫയിൽ പ്രിയപ്പെട്ടവരെ മലയാളികള് ഒന്നും അറിയാത്ത സാധുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയുന്നവർ അതിനനുസരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഷയിലും റബ്ബിന്റെ മുമ്പിലേക്ക് അപേക്ഷ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളും അർഹമുർ റഹീമായ റബ്ബിന്റെ ഉമ്മറപ്പടിയിൽ പ്രതീക്ഷയോടുകൂടെ നിൽക്കേണ്ട രാവും പകലുമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്.
നാളത്തെ പകലില് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടന്നാൽ ഒരു അറഫ വരെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു അറഫ വരെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ലാ ശക്ക വലാ റൈബ. കാരണം ഹബീബായ തങ്ങൾ പറഞ്ഞത് അറഫയുടെ പകലിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അവൻ ഒരു വർഷം കൂടെ പടച്ച റബ്ബ് ആയുസ് നീട്ടിക്കൊടുക്കുമെന്നാണ്. ലോകത്ത് AI ഉൾപ്പെടെയുള്ള ഒരു ടെക്നോളജിക്കും നമ്മുടെ ആയുസ് നീട്ടിത്തരാൻ സാധ്യമല്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമായ പടച്ച റബ്ബിന് മാത്രമേ അതിന് കഴിയൂ. ആ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള മെസ്സേജറാണ്. നമുക്ക് മെസ്സേജ് എത്തിച്ചു തരുന്നയാളാണ്. യാഥാർത്ഥ്യം പഠിപ്പിച്ചു തന്നയാളാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമ്മൾ നാളെ നോമ്പെടുത്താൽ മുത്തുനബി പറയാണ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും പാപമുണ്ടെങ്കിലല്ലേ പൊറുക്കേണ്ടതുള്ളൂ. പാപം ചെയ്യണമെങ്കിൽ ഈ മനുഷ്യൻ ജീവിക്കണമല്ലോ. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്. ഒരു വർഷം കൂടെ ഈ മനുഷ്യൻ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആകത്തുക പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ബഹുമാനമാണ്. ഈ കഴിഞ്ഞു പോകുന്ന അയ്യാമുത്ത് ശരീക്ക് വരെയുള്ള ദിനരാത്രങ്ങൾ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ വളരെ പവിത്രമാണ്. എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ദിനരാത്രങ്ങളാണ്. വിശുദ്ധ ഇസ്ലാം പ്രധാനമായി പറഞ്ഞ 5 കാര്യങ്ങൾ: ഷഹാദത്തൈനി, 2 കലിമ, അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, അതോടൊപ്പം നിസ്കാരം, നോമ്പ് 1 മുതൽ 9 വരെ നോമ്പ് സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ് ദുൽഹിജ്ജ 9 വരെ. അതുപോലെ തന്നെ സദഖകള്, ഉളുഹിയ്യത്ത് ഉൾപ്പെടെയുള്ള സദഖകള്, അതുപോലെ തന്നെ ഹജ്ജ്. ഇങ്ങനെ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന മറ്റു 10 ദിവസങ്ങൾ ഈ 10 ദിവസങ്ങളല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമേൽ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളും യുവാക്കളും കുട്ടികളും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ആദ്യമായി ഞാനും പവിത്രതയോടുകൂടെ കാണാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിനെ ഈ മജ്ലിസ് കൊണ്ട് നമ്മളെ സഹായിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്.